അവർ ഫ്ലൈസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാ യാത്രാപ്രേമികൾക്കും സ്വാഗതം. നമ്മൾ സൗത്ത് ആഫ്രിക്കൻ വിശേഷങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തു വരുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വൈൻ ടേസ്റ്റ് ചെയ്യാനും ആവശ്യം പോലെ കഴിക്കാനും കഴിയുന്ന ഒരു സെന്റർ. അവിടെ തന്നെ വൈൻ ടേസ്റ്റ് ചെയ്യുക മാത്രമല്ല, നമുക്ക് കഴിക്കാം, നമുക്ക് വാങ്ങിക്കൊണ്ട് പോരുകയും ചെയ്യാം. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഐക്കൺ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എന്താണ് വാങ്ങിക്കൊണ്ടു പോരാനുള്ളത് എന്ന ചോദ്യത്തിന് എന്നോട് പറഞ്ഞ മറുപടി, സൗത്ത് ആഫ്രിക്ക ഏറ്റവും മുന്തിയ രീതിയിലുള്ള വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ഇത്രയും ക്വാളിറ്റിയിൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു രാജ്യം ലോകത്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ആഫ്രിക്കയിലെ വൈൻ ടേസ്റ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സെന്ററാണ്. ഞങ്ങൾ വളരെയേറെ ആസ്വദിച്ച ഒരു ടേസ്റ്റിംഗ് സെന്റർ എന്നുള്ള ലെവലിലാണ് ഞങ്ങളോട് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് വൈൻ ടേസ്റ്റിംഗ് സെന്റർ മാത്രമല്ല, വൈൻ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തില് നമുക്ക് ആവശ്യത്തിന് വൈൻ ഇഷ്ടം പോലെ നമുക്ക് രുചിക്കാം, നമുക്ക് ആസ്വദിക്കാം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വൈൻ നന്നായിട്ട് ആസ്വദിച്ചു. ഈ വൈൻ ആസ്വദിച്ച് കഴിഞ്ഞാൽ ഈ വൈൻ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ദോഷം എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി, ആഫ്രിക്കൻ ഒരു കൊച്ചു പെൺകുട്ടി വിശദീകരിച്ച് തരുന്നുമുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് അവരതിന് വിശദീകരിച്ചത്. അതിനിടയിൽ വന്ന ഗ്രൂപ്പ് ടീംസ് ഒക്കെ ആയിട്ട് തന്നെ പല സമയത്തും ഡാൻസുകളും പാട്ടുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരുന്നു. അതൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് തന്നെ ഇത്തരത്തിൽ ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന മുന്തിരി ഫാമുകൾ നമുക്ക് വളരെ വിശാലമായി തന്നെ കാണാൻ കഴിയുമായിരുന്നു. അത്തരം ഹാർവസ്റ്റ് ചെയ്തെടുത്ത മുന്തിരി പ്രോസസ് ചെയ്ത് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അത് ഏറ്റവും ടേസ്റ്റിയുള്ള, കഴിക്കാൻ കഴിയുന്ന, ഏറ്റവും വലിയ ആൽക്കഹോൾ കണ്ടന്റൊന്നുമില്ലാത്ത ഒരു വൈനായി രൂപാന്തരപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ ടാങ്കുകളിലൊക്കെയാണ് മുന്തിരികളും മറ്റുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. മുന്തിരികളും അതിന്റെ ഇൻഗ്രീഡിയൻസും സൂക്ഷിച്ചു വയ്ക്കുന്ന ക്യാനുകളാണ് നമ്മൾ ഈ കാണുന്നത്. മരത്തിന്റെ ക്യാനുകളാണ്. ഇതൊക്കെ ഫുള്ളും ഈ സാധനങ്ങൾ നിറച്ചു വച്ചിരിക്കുകയാണ്. ഇതിന്റെ ബോട്ടിലുകളും ഇതുപോലെ തന്നെ നിറച്ച് വെച്ചിരിക്കുകയാണ് വൈൻ. അത് വളരെ സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് എടുത്ത് സഞ്ചാരികൾക്കും ആളുകൾക്കും ഒക്കെ വെക്കുകയുള്ളൂ. വലിയ കാലക്രമം ഇത് ഉപയോഗിക്കുന്നതിന് ഉണ്ട്. ഇത് നേരിട്ടൊന്ന് കാണുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. മദ്യത്തിന്റെ ഉപയോഗം നല്ലതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് ആരോഗ്യത്തിന് ഒട്ടും ഗുണം ചെയ്യുന്ന ഒന്നല്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ വൈനൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല രീതിയിൽ എൻഷുർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ വൈൻ നന്നായി ആസ്വദിക്കുകയും goes through the fermentation process with the yeast, and that's how it becomes alcohol. So you guys can just follow me to our... പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ
ഈ കൊച്ചു പെൺകുട്ടി ഞങ്ങളോട് വിശദീകരിച്ചു തന്നു. ഇതിന്റെ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സും അതിന്റെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സും ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പഴയ കാലത്തുള്ള ചാരായം വാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളും അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ടാങ്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇതിന്റെ ചാരായം മാറ്റുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ SS-ന്റെ ടാങ്കുകളാണ്. ഇവിടെ പല പ്രോസസ്സിൽ കൂടിയാണ് നമ്മളിത് വൈൻ ആക്കിയെടുക്കുന്നത്. ഇതിന്റെ ഫെർമെന്റേഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ഇത് നന്നായി ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ടൂറിസ്റ്റുകൾക്ക് വളരെ സാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ടൂറിസത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ ഇത്തരത്തില് ഈ വൈനും അതുപോലെ മറ്റ് സാധനങ്ങളുമൊക്കെ ടേസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. വൈൻ ടേസ്റ്റിംഗ് എന്നാണ് മൊത്തത്തിൽ പറഞ്ഞത് എങ്കിലും വൈൻ ആസ്വദിക്കുക, വൈൻ ധാരാളം കഴിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വൈൻ വിൽക്കുക, വൈൻ വാങ്ങുക എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ വൈൻ വാങ്ങുന്ന കാര്യത്തിൽ തീരെ പുറകിലായില്ല. എല്ലാവരും തന്നെ മത്സരിച്ച് വൈൻ വാങ്ങിക്കൂട്ടുകയും അത് നാട്ടിൽ പോകുമ്പോൾ പല ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനും സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കേണ്ടത് ഉണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ വൈൻ ധാരാളമായി വാങ്ങി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും സംവദിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.